എല്ലാ ശാലോം TV പ്രേക്ഷകർക്കും വായനയുടെ ലോകമെന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധരും വിശുദ്ധ കുർബാനയും എന്ന് പറയുന്ന വളരെ മനോഹരമായൊരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം തൃശ്ശൂരിലുള്ള മേരിമാത മേജർ സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികളും വൈദികരും ചേർന്ന് എഴുതിയതാണ്. 2021 ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. മേരിമാത പബ്ലിക്കേഷൻ തന്നെയാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കാൽവരിയിൽ ബലിയായി തീർന്ന ഈശോയുടെ ജീവിതത്തെ അനുധാവനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി ദിവ്യകാരുണ്യ ഭക്തിയിലേക്ക് അടുപ്പിക്കുവാൻ സഹായിക്കുന്ന ഒരു ഗ്രന്ഥം എന്ന നിലയിലാണ് ഈ ഗ്രന്ഥം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ഗ്രന്ഥം എഡിറ്റ് ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കലാണ്. കുറേയധികം വൈദിക വിദ്യാർത്ഥികളും വൈദികരും ചേർന്നാണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. ഞാൻ ഈ അടുത്ത ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് വന്നപ്പോൾ ഏതാനും ജീസസ് യൂത്ത് പ്രവർത്തകരുമായി സംസാരിക്കാനിടയായി. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്നത് ദിവ്യകാരുണ്യ ഭക്തിയെക്കുറിച്ചായിരുന്നു. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ സമയം ചിലവഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മീയ അനുഭവത്തെക്കുറിച്ചായിരുന്നു ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. വളരെ മനോഹരമായ സംഭാഷണത്തിൽ ഒരു യുവാവ് എന്നോട് പറഞ്ഞൊരു സംഭവം എന്നെ ഏറെ സന്തോഷിപ്പിച്ചു. അദ്ദേഹം പറയുകയാണ്, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാനൊക്കെ ചിലയിടത്ത് അവസരം ലഭിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഈ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ അറിയാതെ ഈ മനുഷ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോവുകയാണെന്ന്, അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരുന്നവരുടെ കണ്ണും നിറയുന്നുവെന്ന്. എനിക്കൊത്തിരി സന്തോഷം തോന്നുകയാണ്. ഈ കാലഘട്ടത്തിൽ യുവാക്കളൊക്കെ ഒത്തിരിയേറെ വിശുദ്ധ കുർബാനയിലേക്ക് അടുക്കുവാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ വിശുദ്ധ കുർബാനയെ നിന്ദിക്കുന്നവർ ഒത്തിരിയേറെ പേരുണ്ടെന്ന് പറയുമ്പോഴും ഈശോ ഒത്തിരിയേറെ യുവാക്കളെയും യുവതികളെയും ദിവ്യകാരുണ്യ ഭക്തിയിലേക്ക് അടുപ്പിക്കുന്നുണ്ട് എന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും വിശുദ്ധ കുർബാനയെക്കുറിച്ച് എത്ര സംസാരിച്ചാലും അത് അധികമാവില്ല എന്ന് എൻ്റെ ചുരുങ്ങിയ കാലത്തെ പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന് എനിക്കൊരു ബോധ്യം ലഭിച്ചിട്ടുമുണ്ട്. എല്ലാ ദിവസവും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമയം ചെലവഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മീയമായ അനുഭവം എത്ര പറഞ്ഞാലും അത് പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള സുഖകരമായ ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ആത്മീയ ജീവിതത്തിന് വലിയൊരു വഴികാട്ടിയായി ഈ ഗ്രന്ഥം മാറുകയാണ്. വിശുദ്ധ കുർബാനയെ ഉപാസിക്കുകയും വിശുദ്ധ കുർബാനയെ ഒരു ജീവശ്വാസം പോലെ കൊണ്ടുപോയി നടക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പുസ്തകം ശുപാർശ ചെയ്യുകയാണ്. കാരണം 28 വിശുദ്ധരുടെ ജീവിതത്തിൽ അവരെങ്ങനെയാണ് വിശുദ്ധ കുർബാനയെ അനുഭവിച്ചത് എന്നതാണ് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ 28 വിശുദ്ധാത്മാക്കളും അവരുടെ ജീവിതത്തിൽ വലിയ ആത്മീയ ശക്തിയായി ദിവ്യകാരുണ്യ ഭക്തിയെ കൊണ്ടു നടന്നവരാണ് എന്ന് കാണാം. ഈ ഗ്രന്ഥത്തിൽ എന്നെ ഏറ്റവും സ്പർശിച്ച ചില കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും മറ്റുള്ള അധ്യായങ്ങൾ ഓരോന്നും നിങ്ങൾ വായിച്ച് ആസ്വദിച്ച് ദിവ്യകാരുണ്യ ഭക്തിയിലേക്ക് വളരാൻ ഈ പുസ്തകം കാരണമാകട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഇന്ന് ഈ പുസ്തകം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഗ്രന്ഥത്തിൽ ആദ്യം പ്രതിപാദിച്ചിരിക്കുന്നത് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ ദിവ്യകാരുണ്യ ഭക്തിയെക്കുറിച്ചാണ്. വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ കാലഘട്ടത്തിൽ വളരെ പ്രബലമായിരുന്ന ഒരു തെറ്റായ പ്രബോധനം ഉണ്ടായിരുന്നു. മായാവാദം എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. ആ പ്രബോധനമനുസരിച്ച് യേശു യഥാർത്ഥത്തിൽ മനുഷ്യനായിരുന്നില്ല എന്നും അവിടുന്ന് മനുഷ്യനായി കാണപ്പെട്ടു എന്നേ ഉള്ളൂ എന്നും സത്യത്തിൽ അവിടുന്ന് അരൂപി മാത്രമായിരുന്നുവെന്നുമായിരുന്നു ആ മായാവാദത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം. പക്ഷേ ഈ തെറ്റായ വാദഗതിയെ എതിർത്തുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ക്രിസ്തു സന്നിഹിതനാണെന്നും അവൻ മനുഷ്യനായി ജീവിച്ചുവെന്നുള്ള യാഥാർത്ഥ്യത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ കാലഘട്ടത്തിൻ്റെ തെറ്റായ പ്രബോധനത്തിനെതിരെ വിശുദ്ധ ഇഗ്നേഷ്യസ് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വ്യക്തമായ പ്രബോധനം നൽകിക്കൊണ്ടാണ് തൻ്റെ ദിവ്യകാരുണ്യ ഭക്തി പ്രകടമാക്കിയത്.
അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഈശോ യഥാർത്ഥത്തിൽ മനുഷ്യനല്ലെങ്കിൽ കുർബാന അവിടുത്തെ ശരീരമാകുന്നില്ല. ഈ വാദഗതിയെ മുന്നോട്ട് നയിച്ചുകൊണ്ട് അദ്ദേഹം വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആ കാലഘട്ടത്തെ ബോധ്യപ്പെടുത്തി. അദ്ദേഹം വിശുദ്ധ കുർബാനയെ മരണത്തിൽ നിന്ന് നമ്മെ ജീവിക്കുന്ന ഔഷധം എന്ന നിലയിലാണ് അടയാളപ്പെടുത്തിയത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ശരീരവും രക്തവുമാണ് നമ്മൾ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ഈ വിശ്വാസ സത്യത്തെ വളരെ ദൃഢനിശ്ചയത്തോടുകൂടെ വിശ്വാസ സമൂഹത്തിലേക്ക് പകർന്നു നൽകുവാൻ ജീവിതം മാറ്റിവെച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഇഗ്നേഷ്യസ്. ഇഗ്നേഷ്യസ് വിശുദ്ധ കുർബാനയെ ഐക്യത്തിൻ്റെ കൂദാശ എന്നാണ് പറയുന്നത്. ഒന്നിച്ച് ബലിയർപ്പിക്കുമ്പോൾ ഈശോയുടെ ഭൗതിക ശരീരത്തിലേക്ക് നമ്മൾ പങ്കുകാരാക്കപ്പെടുകയാണ്. ഒന്നിച്ച് ജീവിക്കുന്ന, ഒന്നിച്ച് ബലിയർപ്പിക്കുന്ന സമൂഹത്തിന് മാത്രമാണ് ഐക്യത്തിൽ ജീവിക്കാനാവുക എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാനയോട് നമ്മൾ കാണിക്കുന്ന അനാദരവും അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിലെ നമ്മുടെ ഐക്യക്കുറവുമൊക്കെ നമ്മുടെ സഭാത്മക ജീവിതത്തെ എത്രമേൽ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള ചില തിരിച്ചറിവുകൾ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ വാക്കുകളിലൂടെ പ്രകടമാവുകയാണ്. സഭയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമൊക്കെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടായ കാലഘട്ടത്തിൽ പോലും വിശുദ്ധ ഇഗ്നേഷ്യസ് വിശുദ്ധ കുർബാന ഭക്തി പ്രചരിപ്പിച്ചുകൊണ്ട് വളരെ ധീരമായി ദിവ്യകാരുണ്യ ഭക്തിയുടെ അനിവാര്യത ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഈ പുസ്തകത്തിൽ രണ്ടാമതായി പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതമാണ്. നമുക്കറിയാം, സഭയിലെ പ്രധാനപ്പെട്ട വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ അഗസ്റ്റിൻ. ഒരു കാലത്ത് പാപപങ്കിലമായൊരു ജീവിതം നയിക്കുകയും പിന്നീട് മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരികയും തുടർന്ന് ഒത്തിരിയേറെ ആത്മീയ ബോധ്യങ്ങൾ അനേകം മനുഷ്യരിലേക്ക് പകർന്നു നൽകുകയും ചെയ്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ അഗസ്റ്റിൻ. എടുത്തു വായിക്കുക എന്നുള്ള ഒരു പ്രബോധനത്തെ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിലെ പാപമാർഗങ്ങളൊക്കെ ഉപേക്ഷിച്ച് പുതിയൊരു മനുഷ്യനായി തീർന്ന വിശുദ്ധൻ. ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ ദിവ്യകാരുണ്യ ഭക്തി അദ്ദേഹത്തിന് കൊടുത്ത ആത്മീയ ഊർജം വളരെ അധികമായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ദൈവനഗരം എന്ന് പറയുന്ന മനോഹരമായ ഗ്രന്ഥത്തിൽ വിശുദ്ധ കുർബാനയുടെ ആഴങ്ങളെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഓരോ വിശുദ്ധ കുർബാനയും രക്ഷിക്കപ്പെട്ട സമൂഹം മഹാപുരോഹിതനായ ക്രിസ്തുവിലൂടെ ദൈവത്തിന് സമർപ്പിക്കുന്ന ബലിയാണ് എന്നാണ്. അവിടെ ബലിയർപ്പകനും ബലിവസ്തുവും ഈശോ തന്നെയാണ് എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹത്തെ വിശുദ്ധ കുർബാന എത്രമാത്രം വിശുദ്ധിയുടെ കർമ്മപഥങ്ങളിലേക്ക് നടന്നെടുക്കുവാൻ സഹായിച്ചുവെന്ന് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ദൈവനഗരം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇപ്രകാരം കുറിക്കുകയാണ്: ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യസ്ഥൻ എന്ന നിലയിൽ ഓരോ വിശുദ്ധ കുർബാനയിലും ക്രിസ്തു ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ഐക്യത്തിൽ സഭയുടെ ബലി സ്വീകരിക്കുന്നു. അതോടൊപ്പം ഒരു ദാസൻ്റെ സാദൃശ്യത്തിൽ ബലി സ്വീകരിക്കുക എന്നതിനേക്കാൾ ഒരു ബലി തന്നെ ആകുവാൻ ക്രിസ്തു അതിയായി ആഗ്രഹിക്കുന്നു. ഈ അർത്ഥത്തിൽ ക്രിസ്തു ഒരേ സമയം ബലിയർപ്പിക്കുന്ന പുരോഹിതനും അർപ്പിക്കപ്പെടുന്ന ബലിവസ്തുവുമാകുന്നു എന്നാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ ഈ ലോകത്തോട് പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ മരിച്ചവർക്ക് വേണ്ടി ദിവ്യബലി അർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടി അദ്ദേഹം തൻ്റെ പുസ്തകങ്ങളിലൂടെ വിശ്വാസ സമൂഹത്തെ ബോധ്യപ്പെടുത്തി. മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അമ്മയായ മോണിക്ക ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ എവിടെയായിരുന്നാലും കർത്താവിൻ്റെ അൾത്താരയുടെ അടുക്കൽ എന്നെ ഓർമ്മിച്ചു കൊള്ളണം. തൻ്റെ അമ്മയുടെ വാക്കുകൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ഊന്നി പറയുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം പറയുകയാണ്, വിശുദ്ധ കുർബാന എന്നാൽ അത് സഭ ഐക്യത്തിൻ്റെ കൂദാശയാണ്. സഭയെ ഐക്യത്തിൽ നിലനിർത്തുന്നത് വിശുദ്ധ കുർബാനയാണ് എന്ന് പ്രസ്താവിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ വളരെയധികം മികവോടുകൂടി അദ്ദേഹം എടുത്തു കാണിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയിലെ ക്രിസ്തു സാന്നിധ്യത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പ്രസ്താവിക്കുന്നുണ്ട്: വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണ് സ്വീകരിക്കുന്നത്. പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി ചിന്തപ്പെട്ട ആ രക്തം, അതിനാൽ കുരിശിൽ തറയ്ക്കപ്പെട്ട ശരീരത്തെ ഈ അപ്പത്തിൽ നിങ്ങൾ തിരിച്ചറിയുവിൻ. കാസയിൽ കാണുന്നത് അവിടുത്തെ വിലാപ്പുറത്തു നിന്ന് ഒഴുകിയ രക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യ ഭക്തിയെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹവും വിശുദ്ധ കുർബാനയെ നിത്യജീവൻ്റെ ഭക്ഷണം എന്ന നിലയിൽ അടയാളപ്പെടുത്തുന്നുമുണ്ട്. തുടർന്ന് വിശുദ്ധ നോർബർട്ടിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് വിശുദ്ധ കുർബാന വലിയൊരു ഔഷധമായി മാറിയത് എന്നാണ് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത്. വൈദികനായതിനു ശേഷം താപസ ജീവിതം നയിച്ചൊരു വിശുദ്ധനായിരുന്നു വിശുദ്ധ നോർബർട്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ബഹുഭൂരിപക്ഷം സമയവും
അദ്ദേഹം ദിവ്യകാരുണ്യ സന്നിധിയിൽ ചിലവഴിച്ചു എന്നാണ് പറയുക. അവിടെ നിന്ന് കിട്ടിയ ആത്മീയ ഊർജം ഉപയോഗിച്ചുകൊണ്ട് അനേകം വ്യക്തികളെ മാനസാന്തരപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം പലപ്പോഴും പിശാചുകളോട് പോലും എതിരിട്ടിരുന്നത് വിശുദ്ധ കുർബാനയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ്. വിശുദ്ധ കുർബാനയിൽ നിന്നും അദ്ദേഹം ആർജിച്ച ശക്തി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം ദിവ്യകാരുണ്യ പ്രേക്ഷിത പ്രവർത്തകൻ എന്ന നിലയിൽ പ്രവർത്തിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിന് സഭയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നും ഒത്തിരിയേറെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുക. ദിവ്യകാരുണ്യ ഭക്തിയിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുമ്പോൾ നമ്മളെപ്പോഴും ഓർത്തുകൊള്ളണം, നമുക്ക് എവിടെ നിന്നും പ്രലോഭനങ്ങളും അതിനെതിരുള്ള പ്രതിസന്ധികളും കടന്നു വന്നേക്കാം. പക്ഷേ സധൈര്യം അതിനെ നേരിട്ടാൽ, ദിവ്യകാരുണ്യ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ അടിപതറുകയില്ല എന്നുള്ള വലിയ യാഥാർത്ഥ്യം വിശുദ്ധ നോർബർട്ടിൻ്റെ ജീവിതം നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. എങ്ങനെയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ ദിവ്യകാരുണ്യം വലിയൊരു അഭയകേന്ദ്രമായി മാറിയത് എന്ന് പ്രസ്താവിക്കുന്നുണ്ട്. അദ്ദേഹം തൻ്റെ സഹോദര സന്യാസിമാർക്ക് എഴുതിയ ഒരു കത്തിലെ ഹൃദയസ്പർശിയായ വാക്കുകൾ കേൾക്കുക. ലോകം മുഴുവൻ വിറയ്ക്കട്ടെ, എല്ലാ മനുഷ്യരും ഭയപ്പെടട്ടെ. ജീവനുള്ള ദൈവപുത്രനായ ക്രിസ്തു പുരോഹിതൻ്റെ കരങ്ങളിൽ ബലിപീഠത്തിലായിരിക്കുമ്പോൾ സ്വർഗം ആനന്ദിക്കട്ടെ. നമ്മുടെ രക്ഷയ്ക്കായി അവൻ ഒരു ഗോതമ്പപ്പത്തിൽ മറഞ്ഞിരിക്കുന്നു. അനുദിന ബലിയർപ്പണത്തിൽ ഒരു പുരോഹിതൻ്റെ കരങ്ങളിലൂടെ ക്രിസ്തു രൂപപ്പെടുന്നതിനെക്കുറിച്ചുള്ള മനോഹരമായ ഭാഷ്യമാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഈ വാക്കുകളിൽ നിഴലിക്കുന്നത്. ജോയി ചെഞ്ചേരി അച്ഛൻ എഴുതിയ വളരെ മനോഹരമായൊരു കവിതയിലെ വരികൾ ഇപ്പോൾ ഓർമ്മയിൽ വരികയാണ്. ഒരു ചെറുകാറ്റിൽ പറക്കുവാൻ പോന്നൊരീ ഗോതമ്പപ്പത്തുണ്ടിൽ പല കൊടുങ്കാറ്റുടുക്കിയോനുണ്ടെന്ന നേരിൽ നനയുക. ജീവിതത്തിൻ്റെ സംഘർഷാത്മകമായ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികളെ നമ്മൾ അതിജീവിക്കുമ്പോൾ, അതിൻ്റെ കാറ്റിലും കോളിലും വിട്ട് നമ്മുടെ ജീവിതം വല്ലാതെ ഉലയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്കൊരു അഭയകേന്ദ്രം മാത്രമേ ഉള്ളൂ. അത് ദിവ്യകാരുണ്യ ഭക്തി മാത്രമാണ്. ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരുവാൻ നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നോ അതിനനുസരിച്ച് ദൈവം വലിയ വലിയ അനുഗ്രഹങ്ങൾ തരുമെന്നുള്ളതിൻ്റെ വലിയ അടയാളങ്ങളാണ് നമ്മൾ പലയിടങ്ങളിലായി കണ്ടുകൊണ്ടിരിക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ. ഈ ഗ്രന്ഥത്തിൽ വിശുദ്ധ ജൂലിയാനയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ദർശനത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. 16 വയസ്സുള്ള സമയത്താണ് വിശുദ്ധ ജൂലിയാനയ്ക്ക് ഇങ്ങനൊരു ദിവ്യ ദർശനമുണ്ടാകുന്നത്. പ്രകാശസമാനമായ ചന്ദ്രബിംബം, എന്നാൽ അതിൻ്റെ മനോഹാരിതയ്ക്ക് ഭംഗം വരുത്തി അതിൻ്റെ നടുവിൽ ഒരു കറുത്ത പൊട്ട്. 16 വയസ്സുകാരിയായ ജൂലിയാനയ്ക്ക് എന്താണ് ഈ ദർശനത്തിൻ്റെ അർത്ഥമെന്ന് മനസ്സിലായില്ല. തൻ്റെ ഗുരുനാഥയായ സാപ്പിയൻസിനോട് തനിക്കുണ്ടായ അനുഭവം പങ്കുവച്ചു. എന്നാൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വിശദീകരണം കൊടുക്കുവാൻ അവർക്ക് കഴിയാത്തതുകൊണ്ട് വ്യക്തമായ ഒരു ധാരണ കിട്ടുന്നതുവരെ അത് ഹൃദയത്തിൽ നീ സൂക്ഷിച്ചാൽ മതി എന്നുള്ള ഉപദേശത്തോടുകൂടെ ഇവിടെ പറഞ്ഞയക്കുകയാണ്. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ ദർശനത്തിൻ്റെ അർത്ഥം അവൾക്ക് ലഭിക്കുകയാണ്. അതിൽ ചന്ദ്രൻ തിരുസഭയെ സൂചിപ്പിക്കുന്നുവെന്നും ആരാധന ക്രമവത്സരത്തിൽ സഭയിൽ ആഘോഷിച്ചിരുന്ന വിവിധ തിരുനാളുകളെ മനോഹരമായ ചന്ദ്രപ്രഭ സൂചിപ്പിക്കുന്നുവെന്നും വിശുദ്ധ കുർബാനയുടെ മഹിമയും പുകഴ്ചയും വിളിച്ചോതുന്ന ഒരു തിരുനാളിൻ്റെ ആവശ്യകതയാണ് കറുത്ത പൊട്ട് സൂചിപ്പിക്കുന്നതെന്നുമായിരുന്നു ഈ ദർശനത്തിൻ്റെ പിന്നിൽ മറഞ്ഞിരുന്ന അർത്ഥം. പിന്നീട് ഈ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കാൻ സഭയിൽ ആരംഭിക്കുന്നത്. അതിന് വിശുദ്ധ ജൂലിയാനയുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ ദർശനം ഒരു കാരണമായി തീരുകയും ചെയ്തു. വിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കുന്ന പുകഴ്ചയും ആദരവുമൊക്കെ ഈശോ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നതാണ് ഈ ദർശനത്തിലൂടെ നമുക്ക് വെളിവാകുന്ന യാഥാർത്ഥ്യം. ദാരിദ്ര്യത്തിൽ വിരിഞ്ഞ പുഷ്പമായിരുന്ന വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ദിവ്യകാരുണ്യം വലിയൊരു അഭയകേന്ദ്രമായി മാറിയതെന്ന് ഈ പുസ്തകത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. മണിക്കൂറുകളോളം ദിവ്യകാരുണ്യ സന്നിധിയിൽ സമയം ചെലവഴിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർന്നു വന്ന വിശുദ്ധനായിരുന്നു വിശുദ്ധ അന്തോണീസ്. ഒട്ടേറെ വ്യക്തികളെ ദിവ്യകാരുണ്യ വഴിയിലേക്ക് ആനയിക്കുവാൻ വിശുദ്ധൻ്റെ ജീവിതം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഹൃദയസ്പർശിയായ ഒരു അനുഭവം ഈ ഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ഗില്ലാർഡ് എന്നു പേരുള്ള ഒരു യഹൂദൻ, അദ്ദേഹം ക്രിസ്തുവിൻ്റെ വിശുദ്ധ കുർബാനയിലുള്ള സജീവ സാന്നിധ്യം ചോദ്യം ചെയ്തൊരു മനുഷ്യനായിരുന്നു. നിരീശ്വരവാദിയായ മനുഷ്യനുമായി ഒരിക്കൽ അന്തോണീസ് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു. വിശുദ്ധ കുർബാനയിലുള്ള ക്രിസ്തുവിൻ്റെ സജീവമായ സാന്നിധ്യം ബോധ്യപ്പെടുത്തി തരികയാണെങ്കിൽ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി. എനിക്കൊരു കഴുതയുണ്ട്, ആ കഴുതയെ ഞാൻ 3 ദിവസം പട്ടിണിക്കിടും,
അതിനുശേഷം ഞാനൊരു പുൽമൈതാനത്തിലേക്ക് കൊണ്ടുവരും. അതിനിഷ്ടപ്പെട്ട വിഭവങ്ങൾ ഞാൻ അതിന് മുമ്പിൽ വെച്ചു കൊടുക്കും. നിങ്ങൾ ദിവ്യകാരുണ്യവുമായി അവിടെ വരിക. വിശന്നിരിക്കുന്ന ഈ കഴുത ആദ്യം ദിവ്യകാരുണ്യത്തെയാണ് വന്ദിക്കുന്നത് എങ്കിൽ, അതിനു മുമ്പിലാണ് മുട്ടുകൾ മടക്കുന്നത് എങ്കിൽ, ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാം. ഇതായിരുന്നു ഗില്ലാർഡിൻ്റെ വെല്ലുവിളി. ഇതനുസരിച്ച് 3 ദിവസം ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് വിശുദ്ധ അന്തോണീസ് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. തുടർന്ന് ഇദ്ദേഹം പറഞ്ഞതുപോലെ മൈതാനത്തിലേക്ക് ദിവ്യകാരുണ്യവുമായി അദ്ദേഹം കടന്നു വന്നു. 3 ദിവസം പട്ടിണിക്കിട്ട കഴുതയും കൊണ്ട് ഗില്ലാർഡ് ആ പുൽമൈതാനത്തിലേക്ക് വരികയും അതിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അതിനു മുമ്പിൽ നിരത്തി വയ്ക്കുകയും ചെയ്തു. പക്ഷേ ആ കഴുത വന്ന് ആദ്യം ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകൾ മടക്കിയതിന് ശേഷം മാത്രമാണ് ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് പോയത്. ഈ സംഭവം ഗില്ലാർഡിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും അദ്ദേഹം ഈശോയുടെ സജീവ സാന്നിധ്യം വിശുദ്ധ കുർബാനയിലുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്തുവെന്ന് ഉള്ള ആ മനോഹരമായ സംഭവം ഈ ഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടേറെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് പകർന്നു നൽകുകയാണ് ഈ ഗ്രന്ഥകർത്താക്കൾ. അതോടൊപ്പം തന്നെ വളരെ മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു അനുഭവം വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിൽ നിന്നും ഈ ഗ്രന്ഥത്തിൽ ചേർത്തിട്ടുണ്ട്. അദ്ദേഹം വിശുദ്ധ കുർബാനയെപ്പറ്റി പറഞ്ഞ വളരെ മനോഹരമായ ഹൃദയസ്പർശിയായ വാക്കുകൾ ഇങ്ങനെയാണ്: വിശുദ്ധ കുർബാനയുടെ യഥാർത്ഥ അർത്ഥം നാം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നാം സ്നേഹം കൊണ്ട് മരിക്കുമായിരുന്നു. തൻ്റെ വിശുദ്ധ ബലിയർപ്പണത്തെക്കുറിച്ച് വിശുദ്ധൻ പറയുന്നത് ഇപ്രകാരമാണ്: വിശുദ്ധ ബലിയിൽ കൂദാശ സ്ഥാപന വചനങ്ങൾ വരെ ഞാൻ താരതമ്യേന വേഗത്തിൽ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു. എന്നാൽ കൂദാശ വചനങ്ങൾക്കു ശേഷം ദിവ്യകാരുണ്യനാഥനെ എൻ്റെ സ്വന്തം കൈകളിൽ വഹിക്കാൻ കഴിയുന്നതിൻ്റെ ആത്മീയ ആനന്ദത്തിൽ ഞാൻ പലപ്പോഴും എന്നെ തന്നെ മറന്നുപോയിരുന്നു. ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചിരുന്നു: നല്ല ദൈവമേ, നിർഭാഗ്യവശാൽ നിത്യതയിൽ അങ്ങിൽ നിന്നും എന്തെങ്കിലും കാരണത്താൽ അകലാൻ ഇടയാകുന്നതിനേക്കാൾ ഇതാ അങ്ങേ എൻ്റെ കൈകളിൽ ഉയർത്തുന്ന ഈ സമയങ്ങളെ അങ്ങ് വർദ്ധിപ്പിക്കണമേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ അദ്ദേഹം അനുഭവിച്ച ആനന്ദ നിർവൃതിയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തീർച്ചയായും ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് മാത്രമല്ല, ഓരോ വിശുദ്ധ ബലിയർപ്പണങ്ങളും എത്ര കൃത്യതയോടെയാണ് നിർവഹിക്കേണ്ടത് എന്നുള്ള ആത്മീയ ബോധ്യം കൂടിയാണ് ഒരു വൈദികൻ എന്ന നിലയിൽ എനിക്ക് പകർന്നു നൽകിയത്. അതുപോലെ തന്നെ വിശുദ്ധ ഹെൻറി ന്യൂമാൻ്റെയും അതോടൊപ്പം തന്നെ വിശുദ്ധ ഡാമിയൻ്റെയും വിശുദ്ധ വിൻസെൻ്റ് ഡിപ്പോളിൻ്റെയും ഒക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് വിശുദ്ധ കുർബാന അവർക്ക് വലിയ പ്രചോദനമായി മാറിയതെന്നും, പ്രത്യേകിച്ച് വിൻസെൻ്റ് ഡിപ്പോളിനെ പോലെയുള്ള വിശുദ്ധരുടെ ജീവിതത്തിൽ അവരുടെ ഉപവിപ്രവർത്തനങ്ങൾക്കും വിശുദ്ധ ഡാമിയൻ്റെ ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തികൾക്കുമൊക്കെ കാരണമായി തീരുന്നതിനുമേൽ വിശുദ്ധ കുർബാന എങ്ങനെ വർത്തിച്ചുവെന്നതൊക്കെ വളരെ മനോഹരമായി ഈ ഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ആത്മാനുതാപം എന്ന് പറയുന്ന മനോഹരമായ കാവ്യത്തിലൂടെ വിശുദ്ധ ചാവറ പിതാവ് എത്ര മനോഹരമായിട്ടാണ് ദിവ്യകാരുണ്യ അത്ഭുതത്തെ അടയാളപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ പ്രസ്താവിക്കുന്നതായി കാണാം. ദിവ്യകാരുണ്യ സന്നിധിയിൽ അനേകം മണിക്കൂറുകൾ ചെലവഴിച്ച ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ ചാവറ പിതാവ്. അദ്ദേഹം കുടുംബങ്ങളെ ഇപ്രകാരം പ്രബോധിപ്പിക്കുന്നുണ്ട്: ഈ ലോകത്തിൽ ഐശ്വര്യവും പരലോകത്തിൽ രക്ഷയും ഉണ്ടാകുവാൻ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ഓരോ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കണം. കടമുള്ള ദിവസം ആരും ഒരിക്കലും പരിശുദ്ധ കുർബാന മുടക്കരുത് എന്നാണ് വിശുദ്ധ ചാവറ പിതാവ് പറഞ്ഞു വയ്ക്കുന്നത്. വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം ഒരു കുടുംബജീവിതത്തിന് എത്രത്തോളം അനിവാര്യമാണെന്നും ആ കുടുംബത്തിൽ ജീവിക്കുന്നവരെ എത്രമാത്രം അത് ആത്മീയ നിർവൃതിയിലേക്ക് നയിക്കുമെന്നതിൻ്റെ വ്യക്തമായ സൂചനയായി ചാവറ പിതാവിൻ്റെ വാക്കുകൾ മാറുകയാണ്. ഈ ഗ്രന്ഥത്തിൽ തന്നെ വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ദിവ്യകാരുണ്യം വലിയൊരു സ്നേഹ സാന്നിധ്യമായി അനുഭവപ്പെട്ടത് എന്ന് പ്രസ്താവിക്കുന്നുണ്ട്. എത്രയോ മനുഷ്യരെ കൽക്കത്തയുടെ തെരുവീതികളിലൂടെ കടന്നു ചെന്ന് അവരെ സാന്ത്വനിപ്പിക്കുകയും അഴുക്കുചാലകളിൽ കിടന്നിരുന്ന മനുഷ്യരെ അവിടെ നിന്നെടുത്ത് അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും അവർക്ക് സ്നേഹത്തിൻ്റെ ലേപനം പുരട്ടി കൊടുക്കുകയും ചെയ്ത വിശുദ്ധിയാണ് വിശുദ്ധ മദർ തെരേസ. കൽക്കറ്റയുടെ തെരുവീതികളിലൂടെ കാരുണ്യപ്രവർത്തികളുമായി ഇങ്ങനെ അലഞ്ഞു നടക്കുവാൻ അവരെ പ്രചോദിപ്പിച്ചത് ദിവ്യകാരുണ്യ ഭക്തിയായിരുന്നു. എല്ലാ ദിവസവും 1 മണിക്കൂർ സമയം ദിവ്യകാരുണ്യ സന്നിധിയിൽ ചിലവഴിച്ചതിന് ശേഷം മാത്രമായിരുന്നു അവർ കാരുണ്യപ്രവർത്തനത്തിലേക്ക് മടങ്ങുമായിരുന്നുള്ളൂ എന്നാണ് പറയുക. ഒരുപക്ഷെ ആ ദിവ്യകാരുണ്യ സന്നിധിയിൽ അവർ സമയം ചെലവഴിക്കാതെയായിരുന്നു കൽക്കട്ടയുടെ തെരുവീതികളിലേക്ക് കടന്നു എന്ന്
ഈ പ്രവൃത്തികൾ ചെയ്തിരുന്നത് എങ്കിൽ അത് കേവലം ഒരു സോഷ്യൽ സർവീസ് മാത്രമേ ആകുമായിരുന്നുള്ളൂ. ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹവചസ്സുകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയതിന് ശേഷം അത് ചെയ്തതുകൊണ്ടാണ് അവളുടെ ജീവിതം ഒരു കാരുണ്യപ്രവൃത്തിയുടെ ജീവിതമായി മാറിയത്. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് സഭയിൽ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ആതുരാലയങ്ങൾ, വിദ്യാഭ്യാസം, ഇങ്ങനെ വിവിധങ്ങളായ ശുശ്രൂഷകൾ നമ്മൾ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായ ഭക്തിയിൽ നിന്ന് ഉളവാകുന്നതല്ല നമ്മുടെ ഈ ശുശ്രൂഷകളെങ്കിൽ അത് കേവലം ഒരു സാമൂഹിക പ്രവൃത്തിയെന്നോ അല്ലെങ്കിൽ സോഷ്യൽ സർവീസെന്നോ ഒക്കെ പറഞ്ഞ് മാത്രമേ അതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ. പക്ഷേ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് കാരുണ്യപ്രവൃത്തിയായി മാറും എന്ന് ഈ ഗ്രന്ഥത്തിൻ്റെ താളുകൾ എന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും അനേക വിശുദ്ധരുടെ ജീവിതങ്ങൾ, ഏകദേശം 28 വിശുദ്ധരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വിശുദ്ധ കുർബാന അവർക്ക് വലിയ ഒരു പ്രചോദനം, ശക്തിയുമായി മാറിയത് എന്ന് ഈ ഗ്രന്ഥം അടയാളപ്പെടുത്തുകയാണ്. ഫുൾട്ടൈം ജെ ഷീനിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ദിവ്യകാരുണ്യം വലിയൊരു അനുഭവമായി മാറിയത് എന്ന് ഈ ഗ്രന്ഥത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട്. വൈദികനായതിനു ശേഷം അദ്ദേഹം എടുത്ത പ്രധാനപ്പെട്ട തീരുമാനം എല്ലാ ദിവസവും 1 മണിക്കൂർ സമയം ഞാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചിലവഴിക്കും എന്നതായിരുന്നു. നമുക്കറിയാം, ആ മഹാത്മാവിലൂടെ എത്രയോ വലിയ ആത്മീയ ബോധ്യങ്ങളാണ് ഈ ലോകത്തിന് പ്രദാനം ചെയ്യപ്പെട്ടത്. തീർച്ചയായും ദിവ്യകാരുണ്യ സന്നിധിയിൽ ചിലവഴിച്ച സമയത്തിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ ആത്മീയ ബോധ്യങ്ങളുടെ പിൻബലത്തിലായിരുന്നു അദ്ദേഹം ഒത്തിരിയേറെ സുവിശേഷ പ്രഘോഷണ ദൗത്യങ്ങൾ നിർവഹിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ഗ്രന്ഥം നിങ്ങൾ തീർച്ചയായും വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ കാലഘട്ടത്തിൻ്റെ രോഗാതുരമായ അവസ്ഥകളെ അതിജീവിക്കുവാനും ആത്മീയ മൂല്യമുള്ള മനുഷ്യരായി മാറുവാനുമൊക്കെ ദിവ്യകാരുണ്യ ഭക്തി നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ ജീവിത സംഘർഷങ്ങളുടെ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യം നമ്മളിലേക്ക് ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ വീശുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുമ്പോൾ, ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു നിത്യാരാധന ചാപ്പലിൽ പോയി ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ദുഃഖങ്ങളൊന്ന് ഇറക്കി വെച്ചേ എന്തുമാത്രം ആശ്വാസം ലഭിക്കുമെന്നറിയാമോ? തീർച്ചയായും അങ്ങനെയുള്ളൊരു ഭക്തിയിലേക്ക് നിങ്ങളെ ആനയിക്കുവാൻ ഈ ഗ്രന്ഥത്തിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലിരുന്ന് അവനിൽ നിന്ന് അനുഭവിക്കുന്ന ദിവ്യകാരുണ്യ സാന്ത്വന വചസ്സുകൾ ശ്രവിക്കുവാൻ, നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ ഈ പുസ്തക പാരായണം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു പുസ്തകവുമായി കണ്ടുമുട്ടാമെന്ന പ്രത്യാശയോടെ ഏവർക്കും നന്ദി, നമസ്കാരം.